ഈ കോപ്പ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. What happened? അവിടെ തറയുന്നല്ലോ ഫ്രണ്ടേ. എന്തായാലും ചോദിച്ചാലോ, ട്രാൻസ്ലേറ്റ് ചെയ്തോ. ഉറങ്ങിപ്പോയി, സോറി. എനിക്കൊരു ഓറഞ്ച് തൊലി കളഞ്ഞു. Okay. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില സെന്റൻസസ് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാൻ നമുക്കിന്ന് റിയാസിനോട് ചോദിക്കാം. Go on. റിയാസ്, ഫസ്റ്റ് വൺ. ഞങ്ങൾ ഏതാണ്ട് അവിടെ എത്തിയിരിക്കുന്നു. We are almost there. വി ആർ ഓൾമോസ്റ്റ് ദെയർ. ഓൾമോസ്റ്റ് എത്തിയിട്ടില്ല, വി ആർ ഓൾമോസ്റ്റ് ദെയർ. ഇനി അടുത്തത്, അവൻ പറയുന്നത് നീ കാര്യമായി എടുക്കേണ്ട. Don't take his words to heart. ഡോണ്ട് ടേക്ക് ഹിസ് വേർഡ്സ് ടു ഹാർട്ട്. Yeah. പിള്ളേർക്ക് എടുക്കണ്ട അതല്ലേ ഹാർട്ട്. അതെ, എടുക്കണ്ട. ദയവായി അവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. Please make him understand. പ്ലീസ് മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇസ് റൈറ്റ്. ഇനി അടുത്തത്, ഈ കോപ്പ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. Is it actually not working or you want me to translate? എന്തായാലും ചോദിച്ചാലോ, ട്രാൻസ്ലേറ്റ് ചെയ്തോ. Okay, so this damn thing isn't working. This damn thing isn't working. Yeah. Nice. അടുത്തത്, കുറച്ച് കാലമായി ഇതുപോലുള്ള രുചിയുള്ള ഒരു ചിക്കൻ കറി വെച്ചിട്ട്. Okay, so I haven't had such a delicious chicken curry for ages. Oh, right. അങ്ങനെ പറയാം. ഇനി അടുത്തത്, അവൾ എപ്പോഴും എന്നേക്കാൾ ഒരു പടി മുന്നിലാണ്. Okay. അവൾ. Okay, അവൾ. So she's always one step ahead of me. നൈസ്. ഇനി സെവൻത് വൺ, ഞാൻ ടി വി കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി. I fell asleep watching TV. I fell asleep watching TV. ഞാൻ ഇന്നലെ അയാളെ ലിഫ്റ്റിൽ വെച്ച് കാണാനിടയായി. ലിഫ്റ്റിൽ വെച്ച്. Okay, so I can say I happened to see him in the lift yesterday. Alright. എനിക്കൊരു ഓറഞ്ച് തൊലി കളഞ്ഞു വരുമോ? Okay. ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കേട്ടോ. Okay. So I can say peel me an orange, will you? പീൽ മീൻ ഓറഞ്ച്. ഇവിടെ യൂസ് ചെയ്ത വേർബ് പീലാണ്. Yeah. ഓറഞ്ചിന്റെ തൊലിയെ നമ്മൾ പീൽ എന്ന് പറയും, തൊലി കളയുന്ന വേർബിനെ നമ്മൾ പീൽ എന്ന് പറയും. ഇനി അടുത്തത്, ഈ സ്റ്റൂവിൽ ഉപ്പ് കൂടുതലാ. ഇഷ്ടമല്ല, ഈ സ്റ്റൂവിൽ ഉപ്പ് കൂടുതലാ. There is too much salt in this stew. Too much salt in the stew. ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം റെസ്റ്റോറൻറ്റിൽ പോയി പറയുന്ന ഒരു ഡയലോഗാണ്. The meat is well cooked. Well cooked. Yeah. Nice. Well cooked ആയതുകൊണ്ടായിരിക്കാം ഭക്ഷണം മുഴുവൻ അവൻ കഴിച്ചു, എനിക്കൊന്നും വെച്ചില്ല. Okay, so I can say he ate up all the food and left none for me. എല്ലാം ശരിയായി കഴിഞ്ഞു. Okay. താങ്ക് യു റിയാസ് ഫോർ യുവർ കോഓപ്പറേഷൻ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാൻ പറ്റും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ആൻഡ് ജോയിൻ us. താങ്ക് യു. English House. English at your fingertips.